BBC-ക്കെതിരെ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ അവർക്കെതിരെ ബ്രിട്ടനിൽ വലിയ പ്രതിഷേധം ഉയരുകയാണ്. അതായത് അൽ ജസീറ ചാനലിനേക്കാൾ വളരെ മോശമായാണ് BBC ഈ തീവ്രവാദ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്നതെന്നാണ് ഉയരുന്ന ആക്ഷേപം. ഇത് ബ്രിട്ടനിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനെതിരെ BBC-ക്കെതിരെ ശക്തമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. BBC-ക്ക് കൊടുക്കുന്ന എയ്ഡ് അവസാനിപ്പിക്കണം, BBC-യുടെ ലൈസൻസ് റദ്ദാക്കണം തുടങ്ങിയ വളരെ കടുത്ത ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. എന്താണ് അവരെ ഇതിന് പ്രേരിപ്പിക്കുന്നത്? BBC-യോട് എന്തുകൊണ്ടാണ് ഇത്രയും അവർക്ക് പ്രതിഷേധം ഉണ്ടായത്? ലൈസൻസ് റദ്ദാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ബ്രിട്ടീഷുകാരുടെ ഒരു വലിയ ട്രഡീഷൻ്റെ ഭാഗമാണ്. അവർ നമ്മളെ ഇന്ത്യക്കാരെ പോലെ നല്ല ഒരു ട്രഡീഷനൊക്കെ ബഹുമാനിക്കുന്ന ആളുകളാണ്. പാരമ്പര്യത്തിന് വലിയ പിന്നെ അവർ ഒന്നായി ഭരണഘടന പോലെ എഴുതി ഉണ്ടാക്കിയിട്ടില്ല. പാരമ്പര്യമാണ് അവരുടെ ഭരണഘടന. ലിഖിതമായ ഭരണഘടനയല്ല അവർ, പാരമ്പര്യമാണ്. അവരെ പാരമ്പര്യത്തിൽ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ എന്താ ചെയ്യുക, പഴയ വീടുകൾ കുത്തിപ്പൊളിച്ചിട്ട് അവിടെ ടെറസ് കെട്ടും. സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് കാശില്ലാത്തതുകൊണ്ട് യൂറോപ്യനെ കണ്ടുപിടിച്ച് ഈ കോൺക്രീറ്റ് സാധനം ഉണ്ടാക്കി വെക്കും. അവരെന്ത് ചെയ്യും, പഴയ വീടുകൾ അതേപോലെ തന്നെ റെനോവേറ്റ് ചെയ്തു. നമ്മൾ ഒരു സംരക്ഷിത സ്മാരകമാക്കി നമ്മൾ പാരമ്പര്യം പറയും, ഒരു പാരമ്പര്യം പ്രവർത്തിക്കും. ഇവിടെ തന്നെ ഈ പറയുന്ന മോണിമെന്റ്സ്, താജ്മഹലാണെങ്കിലും ഗജരാവോലെ ടെമ്പിൾസ് ആണെങ്കിലും ഇതൊക്കെ ഇങ്ങനെ നിൽക്കാൻ കാരണം അവരാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ എതിർത്ത കേസണെന്ന് പറഞ്ഞിട്ടുള്ള കഴ്സൺ പ്രഭു അദ്ദേഹമാണ്. അദ്ദേഹത്തിന് കണ്ടപ്പെട്ടില്ല. ഇതൊക്കെ ഇപ്പം കാട് പിടിച്ചാൽ നശിച്ചു പോവുകയാണ്. ഉത്തരേന്ത്യയിൽ ഹിന്ദു ടെമ്പിൾസ് ഇല്ലല്ലോ പുരാതനമായി. അപ്പം ഈ പുരാതനം ആകപ്പാടെ കിടക്കുന്ന ഗജരാവോ അങ്ങനെ 1-2 ടെമ്പിൾസാണ്. അങ്ങനെ നിൽക്കാൻ കാരണം വെച്ചാൽ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. കാട് പിടിച്ചിരുന്ന ഇവരെ കണ്ണപ്പെട്ട് ഇവരത് അവർക്ക് അതിന് പാരമ്പര്യത്തിൻ്റെ മൂല്യം അറിയാം. അമേരിക്കക്കാരാണ് ബോംബിട്ട് നശിപ്പിച്ചത്. അമേരിക്കക്കാർ ഇറാഖിലൊക്കെ അത്ര ഒരു ബോംബിട്ട് നശിപ്പിച്ചത്. അവർക്ക് പാരമ്പര്യത്തോട് വകുപ്പാണ്. അവർക്ക് പാരമ്പര്യമില്ല. അതൊരു കുടിയേറ്റ സംസ്കാരമാണല്ലോ. അവർക്ക് പാരമ്പര്യമില്ല. അതുപോലെ പക്ഷേ ബ്രിട്ടീഷുകാർ അങ്ങനെയല്ല, ഫ്രഞ്ചുകാരും അങ്ങനെയല്ല. പൊതുവെ യൂറോപ്പ് മൊത്തത്തിൽ അങ്ങനെയാണ് പാരമ്പര്യത്തെ റെസ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ കുറെ യൂട്യൂബേഴ്സുകാർ പറയുന്ന പോലെ നാളെ BBC പൂട്ടി പോകുന്നില്ല. പക്ഷേ എങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം വരാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിപ്പം പറയുമ്പോൾ ആളുകൾ അറിയാമെന്ന് വിചാരിച്ചാൽ നമ്മൾ താലിബാനെ സപ്പോർട്ട് ചെയ്യാം. സത്യം കൃത്യമായി പറഞ്ഞുള്ള ഒരു പ്രശ്നമാണ്. പക്ഷെ നമ്മൾ മൈൻഡ് ചെയ്യാൻ ഞാൻ ആദ്യം പറഞ്ഞു വെച്ചേച്ചോ അങ്ങനെ പറയും. ഒന്ന്, താലിബാൻ ഇപ്പോഴത്തെ അവിടുത്തെ ഭരണകൂടമാണ്. അഫ്ഗാനിലെ ഭരണകൂടം. അഫ്ഗാനിലെ ഭരണകൂടം അവർ തീരുമാനിക്കുന്ന അവിടുത്തെ നിയമം. അതെ. താലിബാൻ അവിടുത്തെ ഭരണകൂടമാക്കി മാറ്റിയത് ആരാണ്? അമേരിക്കയും ബ്രിട്ടനും കൂടിയാണ്. അവരാദ്യം യുദ്ധം ചെയ്ത് അവിടെ നിന്ന് ഓടിച്ചു. രണ്ടാമത് അവരെ കൊണ്ട് റീപ്ലേസ് ചെയ്തു. ഒരു വ്യോമസേന അല്ലാത്ത താലിബാന് അവിടെയുള്ള മധ്യ ഏഷ്യൻ രാജ്യത്ത് തുർക്കിസ്ഥാൻ അല്ലെങ്കിൽ തജിക്കിസ്ഥാൻ ഇതിനേക്കാട്ടൊക്കെ വലിയൊരു വ്യോമസേനയെ ഉണ്ടാക്കിക്കൊടുത്തു. അവരെ ശക്തരാക്കി അവിടെ ഇരുത്തി തിരിച്ചു വന്ന ആരാണ്? ഈ പറഞ്ഞ പടിഞ്ഞാറൻ ശക്തികളാണ്. അമേരിക്കയും ബ്രിട്ടനുമാണ്. ഇവർക്ക് അവിടെ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് തുടങ്ങണം. താലിബാൻ ഡിക്റ്റേറ്റ് ചെയ്യുന്ന നോംസ് അനുസരിച്ചേ പറ്റുള്ളൂ. ഇന്ത്യയിൽ വന്നിട്ട് നരേന്ദ്രമോദിക്കെതിരെ ഒരു റേഡിയോ പ്രക്ഷേപണം പറ്റുമോ? അല്ലെങ്കിൽ ഒരു ചാനൽ ഇന്ദിരാഗാന്ധിക്കെതിരെ പറ്റുമോ? അതുകൊണ്ടല്ല പണ്ട് അമേരിക്ക ശ്രീലങ്കയിൽ നിന്ന് വോയിസ് ഓഫ് അമേരിക്ക മലയാളത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്. പണ്ട് ഇന്ദിരാഗാന്ധിയും കോൺഗ്രസ്സുകാരെ ഇവർ കണ്ണെടുത്ത് കണ്ടുകൂടായിരുന്നു അമേരിക്കക്കാർ. അപ്പോൾ ഇവർക്കതിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇന്ത്യയിലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പത്രമാധ്യമങ്ങളൊക്കെ നല്ല സെൻസറുള്ളതല്ലേ. പിന്നെ അന്ന് റേഡിയോയും ടെലിവിഷനും ഒന്നും പ്രൈവറ്റൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ ശ്രീലങ്കയിൽ അവർ ഒരു ചാനൽ തുടങ്ങി മലയാളത്തിൽ. എന്നിട്ട് അതിൽ മലയാളം ന്യൂസ് ഒക്കെ കിട്ടി. എല്ലാ ഭാഷകളിലും ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അത് ശ്രീലങ്കന്നാണ് ചെയ്തത്. വോയിസ് ഓഫ് അമേരിക്ക കേട്ടിട്ടുണ്ട്. അത് ശ്രീലങ്കന്നാണ്. നമ്മൾ അന്നൊക്കെ ഈ ദൂരദർശനിലെ ഈ സ്ഥിരം പറയുന്ന അല്ല, ദൂരദർശനിലെ ആകാശവാണിയിലെ കൃതികളും പിന്നെ ഈ പണ്ടത്തെ പാട്ടുകളും കൃഷിലോകവും യുവവാണിയൊക്കെ കണ്ട് ഭ്രാന്തെടുക്കുമ്പോഴാണ് അത് നല്ല പ്രോഗ്രാംസ് ഇതുണ്ട് വോയിസ് ഓഫ് അമേരിക്കയിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മളത് എനിക്ക് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ പല ഇന്റർനാഷണൽ ന്യൂസ് കറണ്ടായിട്ട് അറിഞ്ഞത് വോയിസ് അമേരിക്ക എന്നോട് രഹസ്യമായി പറഞ്ഞിട്ടുണ്ട്. അവർ വോയിസ് അമേരിക്ക ട്യൂൺ ചെയ്യണം. അവർ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈ ഇന്റർനാഷണൽ വിഷയങ്ങൾ അറിയണം, സംഭവങ്ങൾ അറിയണം, അവരുടെ പേഴ്സ്പെക്റ്റീവ് അല്ല. അതിന് അവർ വോയിസ് ഓഫ് അമേരിക്ക കേൾക്കുമായിരുന്നു. അപ്പം ഈ വോയിസ് ഓഫ് അമേരിക്ക എന്തുകൊണ്ട് ഇന്ത്യയിൽ ചെയ്യാൻ പറ്റില്ല? കാരണം എന്താ വെച്ചാൽ ഇന്ത്യ ഗവൺമെന്റ് ലൈസൻസ് കൊടുക്കില്ലായിരുന്നു. കാരണം അവർ ആന്റി ഇന്ത്യൻ പണിയെടുക്കും. ശ്രീലങ്കയിൽ എന്തുകൊണ്ട് ചെയ്യാൻ പറ്റി? ഒന്ന് ഡിഗാഷി ഐലൻഡ് അവർക്ക് അടുത്തുണ്ട്. രണ്ട്, ശ്രീലങ്ക വലിയ അമേരിക്കനെ ആശ്രയിക്കുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യനെ ആശ്രയിക്കുന്നുണ്ട്. പക്ഷെ ഇന്ത്യ അമേരിക്ക നോക്കിയാൽ അവർക്ക് അമേരിക്കയാണ്. അതാണ് അതിൻ്റെ ഒരു കാര്യം. ഇപ്പം താലിബാൻ അവിടുത്തെ ഭരണ സംവിധാനമായി നിൽക്കുമ്പോൾ അവിടുന്ന് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് തുടങ്ങണം. അവരുടെ അനുവാദം വേണം. അവർ പറയുന്ന നോംസ് അനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ BBC എന്ത് ചെയ്യണം? പിന്നെ BBCക്ക് അതിന് റവന്യൂ ഉണ്ടാവുമോ? അല്ല ബ്രിട്ടീഷുകാരുടെ ഏതെങ്കിലും അജണ്ട അവിടെ ഫർദർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. റവന്യൂ ഉണ്ടെങ്കിൽ അത് ലാഭകരമാണ്.
അതിന് ആ അർത്ഥതയായിരിക്കും. അല്ലെ ബ്രിട്ടീഷുകാരുടെ ഏതെങ്കിലും ഒരു അജണ്ട, അത് പ്രത്യേകിച്ച് നമ്മൾ കണ്ണും കാണുന്ന അജണ്ട ആയിരിക്കണമെന്നില്ല. അവിടെ ഫർദർ ചെയ്യുന്നെങ്കിൽ അത് അവർ ചെയ്യുന്നതിന് അവർക്ക് ന്യായീകരിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ BBC വെരി മച്ച് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആണ് ദ ക്യൂ. അതെ. അപ്പോൾ അവരുടെ രഹസ്യമായ അജണ്ടകൾ പലപ്പോഴും നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗം ഈ പുറത്തുള്ള രാഷ്ട്രീയക്കാർ ചിലപ്പോൾ അത് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമാണെങ്കിലും ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇങ്ങനെ ഇപ്പോൾ താലിബാനാണ് നിങ്ങളെ പ്രശ്നം. താലിബാൻ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പണ്ടേ അറിയാമല്ലോ. താലിബാൻ പെണ്ണുങ്ങൾ അടച്ചിടും, വിദ്യാഭ്യാസം കൊടുക്കില്ല. നിങ്ങളെന്തിനാ അവരെ രണ്ടാമത് അവിടെ കുടിയിരുത്തിയത്? നിങ്ങൾക്ക് ഇത്രയും കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇത്രയും കാശ് മുടക്കി അവിടെ പോയിട്ട് അവരെ രണ്ടാമത് കൂടുതൽ ശക്തരായി കുടിയിരുത്താൻ വല്ല ആവശ്യമുണ്ടായിരുന്നു? ഇതാണ് ഒരു ചോദ്യം. ഇതിൻ്റെ ഒരു ഹിപ്പോക്രസി അവിടെയാണ് കിടക്കുന്നത്. രണ്ട്, നിങ്ങളുടെ കോമ്പറ്റീറ്റർ ആരാന്നുള്ളതാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലൊന്നും ഇപ്പോൾ ആദ്യം ആരും കാര്യമായിട്ട് ഈ ന്യൂസ് ചാനലൊന്നും കാണുന്നില്ല. BBC ആണെങ്കിൽ പോലും അവരൊന്നും കാണുന്നില്ല. ഏറ്റവും കൂടുതൽ അവർക്ക് വ്യൂവേഴ്സ് ഉള്ളത് ഈ പറഞ്ഞ ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെയാണ്. BBC എന്നൊക്കെ പറഞ്ഞാൽ അത് അറബ് രാജ്യങ്ങളിൽ വേണം. അവിടെയാണ് അൽ ജസീറ എന്നൊന്നും ചാനൽ വരുന്നത്. അപ്പോൾ അൽ ജസീറ ഉയർന്നു തന്നെ BBC-യുടെ അതർ അല്ലെ CNN-ൻ്റെ ഒരു അതർ എന്ന രീതിയിലാണ്. വെസ്റ്റേൺ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വെസ്റ്റേൺ പെർസ്പെക്റ്റീവ് ന്യൂസ് മാത്രമേ അവർ കാണിക്കുന്നുള്ളൂ, പലസ്തീൻ വിഷയത്തിൽ ഉൾപ്പെടെ. അതുകൊണ്ട് ഒരു അറബ് പെർസ്പെക്റ്റീവ്, അത് ഈസ്റ്റേൺ പെർസ്പെക്റ്റീവ് കൊടുക്കണമെന്ന് തോന്നിയിട്ടാണ് അവർ ഉയർന്നു വന്നത്. അവർ പതുക്കെ അവർ ഈ ഏഷ്യൻ മാർക്കറ്റ് അവർ ശക്തരുമാണ്. ഇവിടെ പല പ്രധാന മാർക്കറ്റ് പിടിച്ചിട്ടുണ്ട് അവർ. അത് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട് ആ ചാനൽ നന്നായിട്ട്. അപ്പോൾ നിങ്ങളെ കോമ്പറ്റീറ്റർ ആരാന്നുള്ളത്. കോമ്പറ്റീറ്റർ ഇവരാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ മാർക്കറ്റ് ഷെയർ നിങ്ങൾക്ക് കിട്ടണം. അത്രയും ന്യൂസ് നിങ്ങളും കൊടുക്കേണ്ടത് അങ്ങനെ മത്സരിച്ച് നിന്നാലേ പറ്റുള്ളൂ. ഇപ്പോൾ കൈരളി ചാനൽ തുടങ്ങിയപ്പോൾ പാർട്ടി നിലപാടുകൾ, പാർട്ടി ചാനൽ അല്ലാന്നേ പറയുന്നത് പാർട്ടി നിലപാടുകൾ. രണ്ടാമത്തെ കാര്യം എന്താ, ഉത്തമമായ കലയെ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ 2 വർഷം കൈരളി ഓടി നഷ്ടത്തിലേക്ക് ഉപ്പ് കുത്തി. ആർട്ട് സിനിമയൊക്കെ മേടിച്ച് ആരെങ്കിലും കണ്ടു ഈ ആർട്ട് സിനിമയൊക്കെ? അവസാനം ജോൺ ബിട്ടാസ് വന്നു. ബിട്ടാസിനോട് പിണറായി പറഞ്ഞു, അല്ല ബിട്ടാസ് പിണറായിനോട് ആവശ്യപ്പെട്ടു തോന്നുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്, കൈയും കാലും കെട്ടിയിട്ട് നീന്താൻ പറയരുത്, റേറ്റിംഗ് ഉണ്ടാക്കാൻ വേണം, എന്നാൽ ഈ മെയിൻസ്ട്രീം സാധനങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ല. ബിട്ടാസ് വന്നതോടുകൂടി മൊത്തം 30 പൈങ്കിളി വൽക്കരിച്ച് അതിന് നല്ല ചിലവുമായിരുന്നു. കൈരളി ലാഭത്തിലായി. കൈരളി നഷ്ടത്തിലാണ് ഇപ്പോഴും അവർ പറയുന്നത്. പക്ഷേ ഇടക്കാലത്ത് അത് ലാഭത്തിലായിരുന്നു. ബിട്ടാസിന്റെ ഷോസ് ഒക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. ബിട്ടാസ് അവിടെ ഇരിക്കുമ്പോൾ അത് ലാഭത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. ബിട്ടാസിന് അതിനുള്ള ഓക്യുമാനുണ്ട്, ഈ സാധനം ഓടിക്കാനുണ്ട്. അപ്പം ഇതാണ് പ്രശ്നം. ഇപ്പം എന്ത് ചെയ്തു അവർ? ഏഷ്യാനെറ്റിനൊക്കെ പോലെ അത്ര പിന്നെ സത്യസന്ധമായി കൊടുക്കില്ല എങ്കിൽ പോലും പാർട്ടിക്ക് വലിയ പരിക്കില്ലാതെയുള്ള ന്യൂസുകൾ കൊടുത്തു. പിന്നെ വല്യേട്ടം പോലുള്ള സിനിമകൾ, അതിന്റെ പ്രൊഡ്യൂസർ എപ്പോഴും പറഞ്ഞ കാര്യം നേക്കാം, ബേബിയൊക്കെ വിളിച്ച് വന്നിട്ട് അയാൾ ആ സിനിമ കൊടുത്തത്. അപ്പോൾ സിനിമ സിനിമ കൊടുക്കുമ്പോൾ അന്നൊക്കെ അത് ഇത്ര പെട്ടെന്ന് തിയേറ്ററിൽ TV സിനിമ കൊടുക്കാൻ പാടില്ല. തിയേറ്ററിന് കരാറുണ്ട്. അയാൾക്ക് വലിയ നഷ്ടം പറ്റിയെന്ന്. തിയേറ്റർ വരെ പൈസ കൊടുത്തില്ല. പടം വരില്ല. ഒരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് വന്ന് കണ്ണൂരിൽ നിന്ന് പോയി കാറിൽ യാത്ര ചെയ്ത് കോഴിക്കോട് എത്തി. അവൻ്റെ വീട്ടിലെത്തിയിട്ട് എന്നിട്ടും 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ വല്യേട്ടൻ തീരുന്നത്. അതിന് ഉടനെ തന്നെ സിനിമ വന്നു. മുട്ടിന് പരസ്യം ഇട്ടെടുത്തു, 5 വിറ്റിട്ട് പരസ്യം. അങ്ങനെ 8 അവസാനം ഇവൻ കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് ട്രാവൽ ചെയ്താണെങ്കിൽ 2-3 മണിക്കൂർ കൊണ്ട് തോന്നും. ആ 3 മണിക്കൂർ യാത്ര കഴിഞ്ഞ് 2 മണിക്കൂർ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച് 11 മണി 12 മണിയായപ്പോൾ സിനിമ തീരുന്നത്. അപ്പോൾ ആ രീതിയിൽ കൈരളിക്ക് അത് ലാഭം ഉണ്ടാക്കി. ആ രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരു ഉപയോഗപ്പെടുത്തി. അങ്ങനെ കൈരളി ലാഭത്തിലായത്. അപ്പം കൈരളി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കൈരളിക്കാട് എത്രയോ ഭേദമാണ് സത്യസന്ധമായ ന്യൂസുകൾ അറിയാനും. ഇപ്പോൾ പാർട്ടിക്കാർക്ക് പോലും ഏഷ്യാനെറ്റ്, കാരണം ഏഷ്യാനെറ്റ് സത്യസന്ധമായ ന്യൂസ് കൊടുക്കുക. അതിൽ പാർട്ടിക്കാർക്ക് അവർക്ക് വേണ്ട എടുത്താൽ മതി. അപ്പം അല്ല കൈരളി അന്ന് സൂര്യയായിരുന്നു. അപ്പോൾ സൂര്യയും കൈരളിയും വെച്ച് നോക്കിയാൽ മകൾ പോവുകയായിരുന്നു. ഏതാണ്ട് 2 ചിഹ്നം ഏതാണ്ട് ഒരുപോലെയൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഇവർ കോമ്പറ്റീറ്റർ അൽ ജസീറായി വന്നപ്പോൾ കുറേയൊക്കെ അത്തരം ന്യൂസുകൾ കൊടുക്കേണ്ടതായി കോംപ്രമൈസ് ചെയ്യുന്ന പെർസ്പെക്റ്റീവ് ആണ്. അവർക്ക് വെസ്റ്റേൺ പെർസ്പെക്റ്റീവ് ഉണ്ടായിരുന്നു. പിന്നെ ഒന്ന് ശീതയുദ്ധം ഇപ്പോൾ ഇല്ല. ഈ BBC മൊത്തം വെസ്റ്റേൺ മീഡിയ നമ്മൾ പറയാൻ കാരണം ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞുണ്ടാക്കിയാണ്. അത് സത്യമാണ്. അത് വെസ്റ്റേൺ അന്ന് ആ ശീതയുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് വെസ്റ്റേൺ ബ്ലോക്കിൻ്റെ കൂടെ വന്നിട്ട് ഐഡിയോളജിക്കൽ വാർ നടത്തിയത് BBC ആണ്. അതൊന്ന് CNN ആണ്, അതൊന്ന് ഫോക്സ് ന്യൂസ് ആണ്. അതുകൊണ്ടാണ് മീഡിയ അതാണ് ഈ വോയിസ് ഓഫ് അമേരിക്കയൊക്കെ വന്നത്. അപ്പം ഇപ്പം അത് മാറി. ശീതയുദ്ധം മാറിയ സമയത്ത് എന്താണ് അങ്ങനെ ഒരു കാരണം കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. പിന്നെ താലിബാനോടൊക്കെ ഇവരുടെ നിലപാട് പുറത്ത് ഇങ്ങനെയൊക്കെ പറയും, ഉള്ളിൽ കൂടെ അവന്മാർ ഹാൻഡ് ഇൻ ഗ്ലൗ ആണ്. അത്യാവശ്യം ആയുധങ്ങൾ കൊടുക്കാത്തല്ല. ഇവർക്ക് ഇവിടുത്തെ ഈ ഏരിയയിലെ അവരുടെ സ്വാധീനം നിലനിർത്തേണ്ട ഇത് ആവശ്യമാണ്. അതിനൊരു കാശ്മീർ പ്രശ്നം ഉണ്ടാക്കി ഇവിടെ പോയി. വലിയ പ്രശ്നം ഉണ്ടായത് അഫ്ഗാനിസ്ഥാനെ സോവിയറ്റ് റഷ്യനെ പ്രകോപിച്ച് അവിടെ പോയി യുദ്ധം ചെയ്യിപ്പിച്ചു. പിന്നെ യുക്രൈനിൽ ഇപ്പം ചെയ്യുന്ന പോലെ പുട്ടിനെ ചൊറിഞ്ഞാണല്ലോ പുട്ടിനെ അവിടെ കയറി. അപ്പം അതിന് ഗുണം കിട്ടുന്ന ആർക്കും അമേരിക്കയ്ക്ക്. ഇത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. അപ്പോൾ ഈ പറയുന്നതിലൊന്നും വലിയ കാര്യമില്ല. ഒന്ന് നിങ്ങൾ ബിസിനസ് BBC ഇപ്പം പണ്ടത്തെ പോലെ ഭയങ്കര ആദർശം നോക്കിയൊന്നുമല്ല. ഒരു ബിസിനസ് നോക്കിയിട്ടാണ് പോകുന്നത്. പ്ലസ് അവരുടെ ട്രഡീഷൻ അവർ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്.
BBC പറ്റി ആരോപണം കണ്ട മുമ്പുണ്ടായിരുന്നു, സെക്സ് സ്കാൻഡൽ വരെ ഉണ്ടായിരുന്നു. ഇന്ത്യക്കെതിരെ ഡോക്യുമെന്ററി ചെയ്തു. ഡോക്യുമെന്റ് അല്ല, അത് അവരുടെ ഇന്ത്യ അവർക്ക് ഇപ്പോൾ ശത്രുവായി നിൽക്കാൻ കാരണം വെച്ചാൽ ഇന്ത്യ നാളെ എമേർജ് ചെയ്ത് വരാൻ സാധ്യതയുള്ള ഒരു പാവമാണ്. പിന്നെ ഈ നരേന്ദ്രമോദി, ഇന്ദിരാഗാന്ധിനെ പോലുള്ള ആളുകളാണെങ്കിൽ ഇവരെ കൈ കിട്ടിയല്ലേ ഈ സാധനം. അതെ അതെ, അവർക്ക് വളയ്ക്കാൻ പറ്റുന്ന അതാണ് ഇവരുടെ ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം. അവർ വിചാരിച്ചെന്ന് വെച്ചാൽ താലിബാന് കയ്യിലെടുത്ത പോലെ നരേന്ദ്രമോദിനെ കയ്യിലെടുക്കാൻ പറ്റുമെന്നായിരുന്നു എന്നവർ വിചാരിച്ചു. അങ്ങനെ തീവ്ര വലതുപക്ഷക്കാർ അവർ കയ്യിലെടുത്തിട്ടുണ്ട്, അവർ വളർത്തിക്കൊണ്ടുവന്ന് കയ്യിലെടുത്തിട്ട്. പക്ഷെ മോഡിക്ക് വേറെ അജണ്ട ഉണ്ടല്ലോ. മോഡിയുടെ ഫസ്റ്റ് അജണ്ട ഹിന്ദു, രണ്ടാമത്തേത് ഇന്ത്യ, പിന്നെ അങ്ങനെ മരിക്കുന്ന പേടിയൊന്നുമില്ലല്ലോ, കുടുംബമില്ല, കുട്ടികളുമില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കയ്യിൽ കിട്ടുന്നില്ല. ഇതാണ് അങ്ങനെ അവരുടെ പ്രശ്നം. അപ്പൊ അതുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ ഉള്ള സാധനം കൂടെ. അതുമാത്രം സെക്സ് സ്കാൻഡലൊക്കെ ഉണ്ടായിട്ടുണ്ടോ? പിന്നെ അവിടുത്തെ വലിയൊരു ഉദ്യോഗസ്ഥൻ ഈ സെലിബ്രിറ്റികളെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരാൾ സെലിബ്രിറ്റികളെ പരിചയപ്പെടുത്താൻ കൊടുക്കാതെ പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകുന്നു, അങ്ങനെ വന്ന വിഷയങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കോളിലൊക്കെ ഉണ്ടായതാണ്. എനിക്കത് അതുപോലെ ഇവരുടെ ഡയാനയുടെ ഒരു വിവാദ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അവരെ പറ്റിച്ചെടുത്ത്. അത് നാസർ എന്ന ഒരു മുസ്ലിം വംശജനാണ്, ആഫ്രിക്കൻ വംശജനാണ് എടുത്തത് ഇന്റർവ്യൂ, അറബ് വംശജനാണ് എടുത്തത്. അപ്പൊ ഇങ്ങനെ ഒരു പണ്ടേ വിവാദങ്ങളുണ്ടായി. ഈ വിവാദങ്ങൾ രാജകുടുംബത്തിന്റെ അപ്രീതിയൊക്കെ സമ്പാദിച്ചത് എങ്ങനെയാണെന്ന് അത് രാജകുടുംബത്തിന് വേണ്ടിയിട്ട് ഇന്റർവ്യൂ എടുത്തെന്ന് പറഞ്ഞിട്ട് ഇവരെ ഇമേജ് കളയാനെന്താ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഇവരും മറ്റേ കുതിരക്കാരും തമ്മിലുള്ള ബന്ധം പുറത്തു വരുന്നതൊക്കെ. അപ്പം ഇതിൻ്റെ ഒരു പ്രോബ്ലം കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് നിങ്ങൾ ഏത് കോണ്ടക്സ്റ്റിലാണ് വിമർശിക്കുന്നതെന്നുള്ളൂ, കോണ്ടക്സ്റ്റ് മനസ്സിലാക്കണം. അപ്പോൾ ഇവർ താലിബാനെ സപ്പോർട്ട് ചെയ്യുന്നതിന് ആ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ രഹസ്യ പോളിസിയാണ്. ഇവർ അൽ ജസീറ ടൈപ്പ് അവർ സ്വീകരിക്കുന്നുണ്ട്. ബ്രിട്ടീഷ് ഗവൺമെൻറ് അറിവോട് കൂടി, ഇൻഡിപെൻഡൻ്റ് ആണെന്നൊക്കെ പറയും, അറിവോട് കൂടിയിട്ടാണ്, അത് മത്സരത്തിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നെ നമ്മൾ പറയുന്ന ഈ രീതിയിലുള്ള ശത്രുവൊന്നും ഇവർക്ക് അറബ് രാജ്യങ്ങളോടൊന്നും ഇല്ല. ആദ്യം മനസ്സിലാക്കുക, നമ്മൾ ഈ കാണുന്നൊന്നല്ല. അവർ ഇന്ത്യനെക്കാളും നല്ല സുഹൃത്തായി കാണുന്ന അറബ് രാജ്യങ്ങളെ മനസ്സിലാക്കും. അല്ലെങ്കിൽ ഇവിടെ എന്താണ് അവർക്ക് പറയുന്ന പോലെ ഒരു ഗവൺമെന്റ്. ഇപ്പൊ നെഹ്റു ആണെങ്കിൽ പോലും, നെഹ്റു ആണല്ലോ ഒരു ഇന്ത്യയിലെ വിറ്റു എന്നൊക്കെ പറയുമ്പോൾ, നെഹ്റു ആണെങ്കിൽ പോലും ഇവൻ മൻമോഹൻ സിംഗ് ആണെങ്കിൽ പോലും പൂർണ്ണമായിട്ട് അവർക്ക് വിട്ടുകൊടുക്കുന്നില്ല. ഇന്ത്യക്കാർക്ക് അങ്ങനെ സ്വഭാവമുണ്ട്. അതുകൊണ്ട് അന്നും ഒരു കാലത്ത് അവർ ഇന്ത്യ പോയി അവരുടെ ഗുഡ് ബുക്കിലൊന്നും ആയിരുന്നില്ല. ഇപ്പം നമ്മൾ വലിയ എക്കണോമിക് പവറായിട്ട് എമേർജ് ചെയ്ത് വന്നപ്പോൾ അവർക്ക് നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല. അതാണ് അവഗണിക്കാൻ പറ്റുന്നത്. അപ്പം ഇതാണ് അതിൻ്റെ ഒരു വിഷയം. അതല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഹൈപ്പൊക്കെ പറയാം, ഹൈപ്പിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും അത് ലണ്ടനിലെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് പൊളിറ്റിക്സും ഇതുമായിട്ടൊരു വലിയ ഒരു എന്താ പറയുക അതുണ്ടാവും. രാഷ്ട്രീയക്കാർക്ക് ഇപ്പം എന്താ കിട്ടിയ അവസരം അവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് ആദ്യം കുറച്ച് ഒരു മാന്യതയൊക്കെ ഉണ്ടായിരുന്നു. ഈ തീവ്ര വലതുപക്ഷം വന്നോട് കൂടിയിട്ട് എല്ലാവരും പലമ്പായി തുടങ്ങിയിട്ട് അതാണ് കാര്യം. അവസരം മുതലെടുക്കുന്നു. അത് ഇവിടുത്തെ കോൺഗ്രസ് പക്ഷേ ചെയ്യാത്തൊരു കാര്യം അതാണ്. കോൺഗ്രസ് ചെയ്യണ ഇവിടെ തീവ്ര വലതുപക്ഷം വന്നപ്പോൾ കോൺഗ്രസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഹിന്ദുത്വ ലൈന് പിടിച്ചങ്ങ് പോകാൻ വേണ്ടത്. ബിജെപിക്ക് ഹിന്ദുത്വ ലൈൻ ആയിരുന്നല്ലോ. BJP വരുന്നതിന് മുമ്പ് ഇവിടുത്തെ ഹിന്ദു പാർട്ടി കോൺഗ്രസ് ആയിരുന്നല്ലോ. അതുകൊണ്ടല്ല മുസ്ലിംസ് ഒക്കെ എപ്പോഴും തെണ്ടി കിടക്കുന്നത്. ഇന്ത്യയിലെ ഉത്തരേന്ത്യ മുസ്ലിംസിന്റെ അവസ്ഥ എന്താണ്? എല്ലാവരും പോയി മുസ്ലിംസ്. ഇപ്പൊ അങ്ങനെ ചില സർവേകളൊക്കെ പറയുന്നുണ്ട്, കോൺഗ്രസ് ഭരിച്ചിരുന്നതിനേക്കാൾ മുസ്ലിംസ് കൂടുതൽ ആനുകൂല്യം കിട്ടുന്നത്. ഇവര് മുസ്ലിംസ് നമ്മളാണെന്ന് കൂടെ നിർത്തിയിട്ട് അവർ പറ്റിക്കുകയായിരുന്നു ശരിക്കും ഈ പാവങ്ങളെ. ഇവർക്ക് ഒറ്റ വഴിയുമില്ല. അതിനപ്പുറത്ത് RSSനെ കാണിക്കും, എന്തിനും ഭയപ്പെടുത്തി പേടിപ്പിക്കും. അതായിരുന്നു ഇതിൻ്റെ ഒരു കാര്യം. പക്ഷേ പിന്നെ മുസ്ലിംസ് ഇടയ്ക്ക് തെറ്റിയോട് കൂടിയിട്ടാണ് ഈ പറയുന്നത്. അത് ആവശ്യമില്ലാത്ത കേസാണ്. ഷബാനു കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ തെറ്റുന്നത്. അതോട് കൂടിയിട്ടാണ് കോൺഗ്രസിന് വലിയ തിരിച്ചടി വരുന്നത്. അപ്പം കോൺഗ്രസ് പക്ഷേ നേരെ ഓപ്പോസിറ്റ് ലൈനിലാണ് പോകുന്നത്. പണ്ട് ലിജു എന്ന ചർച്ചയിൽ പറയുന്നിട്ട് രാമജന്മഭൂമി വിഷയത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഹിന്ദുത്വത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഇനി അധികാരത്തിൽ ഒരു കാലത്ത് ഞങ്ങൾ ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾ വരില്ലെങ്കിൽ ഞങ്ങൾക്ക് വരണ്ട, ഞാൻ അന്തസ്സുള്ള ആളാണ് എന്ന് ലിജു ആ ലൈനിലാണ് ഇപ്പം പോകുന്നതെന്ന് തോന്നുന്നു. പറയാൻ കൊള്ളാം. അല്ല, അതാണ് ഇപ്പം രാഹുൽ ഗാന്ധിയിലൊക്കെ നിലപാടെടുത്ത് എനിക്കാണ് തോന്നുന്നത്. RSSന്റെ വേദിയിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ, അല്ല ഒരു ജമാഅത്തെ ഇസ്ലാമിന്റെ വേദിയിൽ പോയിട്ട് നാടകം നോക്കിയാൽ, പക്ഷെ RSSന്റെ വേദിയിൽ വന്ന് നാടകം നോക്കിയാൽ അത് പ്രശ്നം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ രണ്ടിനും പോയത്. അതാണ് പ്രശ്നം. അപ്പോൾ അവിടെയൊക്കെ ഉണ്ടാവുന്ന, അപ്പോൾ അത് കോൺഗ്രസ് പോകുന്ന ഓപ്പോസിറ്റ് ലൈനാണ്. ഇത് കോൺഗ്രസിന്റെ ലൈനാണ്, ബ്രിട്ടീഷുകാരുടെ ലൈനാണ്. സർവൈവിന് നല്ലത് ബ്രിട്ടീഷുകാരുടെ ലൈനാണ്. ബാക്കി അവർ നമുക്കിതിൽ കാര്യമൊന്നും, നമുക്കിതൊരു ഫാക്ട് അനാലിസിസ് ചെയ്താൽ അല്ല, നമുക്ക് നോക്കാം BBC-ക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.